തകഴി ശിവശങ്കരപ്പിള്ള എന്ന പേര് മലയാളിക്ക് മലയാളത്തോളം പ്രിയങ്കരമാകാൻ കാരണം ഈ മണ്ണിൻ്റെ കഥ മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ മണ്ണിൻ്റെ കഥ, താൻ നടന്ന് താണ്ടിയിട്ടുള്ള വഴിയോരങ്ങളുടെ കഥ, ഒരുപക്ഷെ തന്നെക്കാൾ മുമ്പേ അവിടെ പതിഞ്ഞിട്ടുള്ള കാൽപ്പാടുകളുടെ കഥ, അറിയപ്പെടാത്ത അറിഞ്ഞുകൂടാത്തൊരു ലോകത്തിൻ്റെ കഥ പറയുവാൻ വേണ്ടി അക്ഷരങ്ങളെ ആവാഹിച്ചെടുക്കുന്നതിന് പകരം സ്വന്തം അനുഭവങ്ങളുടെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ആ മനുഷ്യൻ കഥാരചന നിർവഹിച്ചത്. അതുകൊണ്ട് ഇതിഹാസ സമാനമായ ഒരു സാഹിത്യകാരൻ്റെ അഭൗമമായ പദവി തകഴിക്ക് കാലം ചാർത്തി കൊടുക്കുന്നില്ലായിരിക്കാം. വെറും ഒരു നറേറ്റർ എന്ന് പറഞ്ഞ് തകഴിയെ അധിക്ഷേപിക്കുന്നവരുമുണ്ടാകാം. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞ കഥകൾ അത്രയും സത്യസന്ധങ്ങളായിരുന്നു, കാലത്തിൻ്റെ നേർസാക്ഷ്യങ്ങളുമായിരുന്നു എന്ന വസ്തുത ഒരിക്കലും നമുക്ക് നിഷേധിക്കാനാവില്ല. ജ്ഞാനപീഠം സമ്മാനം വാങ്ങിക്കൊണ്ട് അദ്ദേഹം നടത്തിയ സുവിദിതമായ പ്രഭാഷണമുണ്ട്. ഈ നാടിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ആദരപൂർവം വാങ്ങിക്കൊണ്ട് ഞാൻ ഇപ്പോൾ ഈ പ്രസംഗപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ തുകൽ ചെരുപ്പുകളും ഇട്ടിട്ടാണ്. ആ ചെരുപ്പിൻ്റെ അടിയിലും ഓരങ്ങളിലും എൻ്റെ കാൽ നഖങ്ങൾക്കിടയിലും ഇപ്പോഴും കുട്ടനാട്ടിലെ ചേറും ചെളിയും ഉണങ്ങി വരണ്ട് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ആ ചേറിൻ്റെയും ചെളിയുടെയും അതിൻ്റെ ഗന്ധത്തിൻ്റെയും ഒരു വല്ലാത്ത വശ്യമായ സംസ്കൃതിയെ വിട്ടൊഴിഞ്ഞിട്ട് തകഴി ഒരിക്കലും കഥാകഥനങ്ങൾ നടത്തിയിട്ടില്ല. തകഴി എന്ന പച്ച മനുഷ്യനും അദ്ദേഹം സൃഷ്ടിച്ച പച്ച മനുഷ്യരായ കഥാപാത്രങ്ങളും നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്ന ഒരു വലിയ സത്യം അതാണ്. ഒരു ദേശത്തിൻ്റെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുവാൻ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ എസ്.കെ. പൊറ്റക്കാടിനോടൊപ്പമോ ഒരു പരിധിവരെ അതിനേക്കാൾ ഏറെയോ അർഹത തകഴിച്ചേട്ടനുണ്ടെന്ന് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. തനിക്ക് പരിചിതമായ ലോകത്തെക്കുറിച്ച് മാത്രമാണ് താൻ എഴുതിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ കുസൃതിയോടുകൂടി ഒരിക്കൽ തകഴിച്ചേട്ടനോട് ചോദിക്കുകയുണ്ടായി, 250 വർഷത്തിൻ്റെ കഥയാണ് അങ്ങ് പറഞ്ഞത് കയർ എന്ന ബൃഹത്തായ നോവലിൽ. അതെങ്ങനെ അങ്ങയ്ക്ക് പരിചയമുള്ള ജീവിതമാകും? ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള ഈ മണ്ണിൻ്റെ കഥയും കൂടെ ചേർന്നാടാ ഞാൻ ഉരുവാകുന്നത്. ഞാൻ അറിഞ്ഞത് എൻ്റെ മണ്ണിൻ്റെ പൂർവാശ്രമ കഥയാണ്. അതുകൂടി ചേർന്നാലേ എൻ്റെ അറിവിൻ്റെ ആരംഭം പൂർണ്ണമാകൂ. നിനക്കറിയാമോ, ആസ്മാറ്റിക് കംപ്ലൈൻറ്റിലേക്ക് വരെ പൊടിപടലങ്ങളുടെ ഇടയിൽ ഞാൻ ചെലവഴിച്ച ദിനരാത്രങ്ങൾ എന്നെ കൊണ്ട് എന്ന് എത്തിച്ചു. അമ്പലപ്പുഴ പരിസരത്തെ വില്ലേജ് ഓഫീസിൽ പോയിരുന്ന് 250 വർഷത്തെ പഴയ രേഖകളും ആധാരങ്ങളും പരിശോധിച്ച് അവയ്ക്കിടയിലെ പൊടി ശ്വസിച്ച് ഞാൻ രോഗി വരെയായി. ഞാൻ തിരയുകയായിരുന്നു, ഞാൻ അന്വേഷിക്കുകയായിരുന്നു, ഞാൻ കണ്ടെത്തുകയായിരുന്നു ഈ മണ്ണിൻ്റെ പൂർവാശ്രമത്തിൻ്റെ കഥാവിളംബങ്ങൾ. അത്തരം വിളംബങ്ങളിൽ നിന്ന് കണ്ടെത്തിയ മനുഷ്യരുടെ വാർപ്പുകളിൽ നിന്നാണ് ഞാൻ കയറിൻ്റെ ഘടനയുണ്ടായത്. അദ്ദേഹം അനുവദിച്ച് തന്നിരുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, കയറിനെ ഒരു നറേറ്റീവ് എന്നതിനപ്പുറം ഒരു നോവൽ ശില്പമായി അംഗീകരിക്കുന്നതിൽ ചില കേന്ദ്രങ്ങൾ വൈമുഖ്യം കാണിക്കുന്നുണ്ടല്ലോ. ചിരിച്ചുകൊണ്ട് വളരെ നിസ്സാരമായി അദ്ദേഹം പറഞ്ഞു, ദ സ്കീം ഓഫ് ദാറ്റ് നോവൽ വാസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദ നോവൽസ് റിട്ടൺ ഹിതർടു. മൈ കൺസെപ്റ്റ് ആൻഡ് മൈ കമ്മിറ്റ്മെൻറ്റ് വാസ്. അത് സ്ഫടിക ശുദ്ധമായ ഇംഗ്ലീഷിലാണ് അദ്ദേഹം പറയുന്നത്. വക്കീലായിരുന്ന ആൾക്ക് ഇംഗ്ലീഷ് കടം വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ദ സ്കീം ആൻഡ് സ്റ്റൈൽ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ദാറ്റ് നോവൽ വാസ് എ നറേറ്റീവ് ഓഫ് നോട്ട് മീ. ഈ മണ്ണിന് പറയാനുള്ള ആഖ്യാനങ്ങളുടെ ഒരു ഏകോപനമാണ് ഞാനതിൽ നിർവഹിച്ചത്. കാലം എന്ന ചരടിലൂടെ ഞാനൊരു കാലഘട്ടത്തിൻ്റെ പാതയിലൂടെ ഞാനൊരു ദേശസംസ്കൃതിയുടെ കാണ്ഡങ്ങളെ കോർത്തെടുക്കുകയായിരുന്നു. ഹൂ സെഡ് നോവൽസ് കനോട്ട് ബി റിട്ടൺ ഇൻ ദാറ്റ് പാറ്റേൺ? അങ്ങനെ ആരും ഇന്നോളം എഴുതിയിട്ടില്ലെങ്കിൽ ഇതാ ഒരുത്തൻ എഴുതുന്നു എന്ന് വേണമെങ്കിൽ ധരിച്ചാൽ മതി എന്ന് പറയുവാനുള്ള ആത്മവിശ്വാസത്തിൻ്റെ ആരോഗ്യകരമായ ധാർഷ്ട്യം അദ്ദേഹം കാണിച്ചിരുന്നു. തകഴിയെക്കുറിച്ച് പറഞ്ഞു കേട്ടുള്ളത് അദ്ദേഹം മഹാപിശുക്കനാണെന്നാണ്. പക്ഷേ എൻ്റെ നേരെ അനുഭവത്തിൽ തകഴിച്ചേട്ടൻ എവിടെയെങ്കിലുമൊക്കെ പിശുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ അവകാശത്തിൻ്റെ ഒരു ന്യായം കാണാം. ചിലപ്പോഴൊക്കെ തകഴി വരെ വന്ന് ശങ്കരമംഗലത്തെ കാത്തച്ചേച്ചി തരുന്ന ഒരു ചായ, ഇപ്പോൾ ചായ വേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹം തമാശയ്ക്ക് പതിവ് രീതിക്ക് പറയുമെങ്കിലും കാത്തച്ചേച്ചി അത് ഗവനിക്കാതെ ചായ തരുമായിരുന്നു, വിളമ്പി തരുമായിരുന്നു. ഊണ് കഴിക്കാൻ നേരത്ത് അദ്ദേഹമാണ് കൂടുതൽ കറികൾ വിളമ്പി തരിക. അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹവും അമ്പലപ്പുഴയ്ക്ക് വരുന്നു അല്ലെങ്കിൽ ആലപ്പുഴയ്ക്ക് വരുന്നു എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ് കൈ കാണിച്ച് അതിൽ കയറുക.
കയറിക്കഴിഞ്ഞാൽ ഉടനെ കണ്ടക്ടറോട് എഴുന്നേക്കാൻ അദ്ദേഹം ആജ്ഞാസ്വരത്തിൽ പറയും. എന്നിട്ട് കണ്ടക്ടറുടെ സീറ്റിലിരിക്കും. അപ്പോൾ ആ ബസ്സിലേക്കുള്ള കയറ്റം പോലും വർണ്ണിക്കേണ്ടതുണ്ട്. മുണ്ടെടുത്ത് തോളത്തൊരു തോർത്ത് മാത്രം ഉണ്ടായിരുന്നത് മാറ്റി ആണിയിൽ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ തൂക്കിയിട്ടിരുന്ന ഷർട്ട് ചുമലിലേക്കിട്ട് വടിയും കുത്തിക്കൊണ്ടാണ് അദ്ദേഹം ബസ്സിൽ കയറുക. കണ്ടക്ടറുടെ സീറ്റിലിരുന്നുകൊണ്ടാണ് ഷർട്ട് ഇടുക. എന്നിട്ട് കണ്ടക്ടറോട് പറയും, ഇവന്മാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചോണം, ഞാൻ ടിക്കറ്റ് എടുക്കുകയില്ല. അതിന് പുള്ളി പറയുന്ന ന്യായം, ആ റോഡ് ഒരു തോട്ടിൻകരയിലൂടെയുള്ള നടച്ചാലായിരുന്നു. അത് നിരത്താകുന്നതും റോഡാകുന്നതും അതിലൂടെ ട്രാൻസ്പോർട്ട് ബസ് റൂട്ട് അനുവദിച്ച് വരുന്നതും ആ റൂട്ടിലൂടെ ഓടുന്ന ബസ്സിൽ ജോലി ചെയ്തുകൊണ്ട് ഈ കണ്ടക്ടറും ഡ്രൈവറും ശമ്പളം വാങ്ങുന്നതിനും കാരണം പുള്ളിയാണ്. കാരണം തകഴിയെ തേടി വരുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എഴുത്തുകാർക്ക് സഞ്ചരിക്കുവാനുള്ള യാത്രാ സൗകര്യത്തെ മുൻനിർത്തിയാണ് ആദ്യം അവിടെ നിരത്തുണ്ടാകുന്നത്. തകഴിയുടെ നാട്ടിലേക്കാണ് ബസ് റൂട്ട് അനുവദിച്ച് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ അനുവദിപ്പിച്ചെടുക്കുന്നതിൽ എൻ്റെ സാന്നിധ്യവും എൻ്റെ പ്രസക്തിയും പ്രാമുഖ്യവും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി എന്ന നിലയിൽ ഒരു യാത്രയ്ക്കുള്ള സൗജന്യ ടിക്കറ്റ് എൻ്റെ അധികാരമാണ്, അവകാശമാണ് എന്ന് പറയുന്നതിലെ പിശുക്കിന് ഒരു സൗന്ദര്യമുണ്ട്. അതിന് നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. എവിടെയെങ്കിലും യാത്രാവേളകളിൽ ഇടയ്ക്ക് കയറി ഒരു അവിചാരിതമായി ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി തകഴിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറി വരുമ്പോൾ ഒരു 10-നും 11 മണിക്ക് പകൽ 10-നും 11-നും ഇടയ്ക്കുള്ള സമയത്താണ് കടന്നു വരുന്നതെങ്കിൽ കാത്ത ചേച്ചി ചിരിച്ചുകൊണ്ട് പറയും, പോസ്റ്റ് ഓഫീസിൽ പോയിരിക്കുകയാണ്, വില്ലേജ് ഓഫീസിൽ കാണും. ആ ചുരുങ്ങിയ വാക്കുകളിൽ നിന്ന് മുൻ പരിചയം വെച്ചുകൊണ്ട് നമുക്കറിയാം തകഴിച്ചേട്ടൻ എവിടെ ഉണ്ടാകുമെന്ന്. വില്ലേജ് ഓഫീസിലേക്ക് കടന്നു ചെന്നാൽ ആ വില്ലേജ് ഓഫീസിലെ ഓഫീസറുടെ മുറിയിലെ മേശപ്പുറത്ത് ചമ്രം പടിഞ്ഞിരുന്നുകൊണ്ട് തോളത്തൊരു തോർത്തും ശരീരത്തിൻ്റെ മേൽഭാഗം നഗ്നമാക്കിക്കൊണ്ട് ഈ മുട്ടിന് കീഴെ 6 ഇഞ്ച് മാത്രം ഇറക്കമുള്ള മുണ്ടും ആ വടിയും ആയി അദ്ദേഹം അവിടെ ഇരുന്ന് കഥകൾ പറയുന്നുണ്ടാവും, നാട്ടുവർത്തമാനങ്ങൾ പറയുന്നുണ്ടാവും. മുമ്പിൽ വലിയ മുറുക്കാൻ പൊതിയഴിച്ച് വിസ്തരിച്ചിരുന്ന് മുറുക്കുന്നുണ്ടാവും. നാട്ടുകാർ വരും, അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമാണിമാർ വരും, അവരെല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹവുമായി സ്വറ പറഞ്ഞിരിക്കും. ആ വരവിനൊരു ലക്ഷ്യമുണ്ട്. പോസ്റ്റ് ഓഫീസിൽ അന്നത്തെ മെയിൽ കിട്ടുന്ന സമയം 11-നും 11:30-ക്കും ഇടയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന സാരഥിയും സഹചാരിയുമായിരുന്ന പങ്കൻ പോസ്റ്റ് ഓഫീസിൽ കാത്തു നിൽക്കുകയാണ്. പങ്കൻ അവിടെ നിന്നും തപാൽ ഉരുപ്പടികൾ വാങ്ങി വരുന്നത് വരെയുള്ള സമയമാണ് ഇദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഈ സ്വറക്കൂട്ടം കൂടുന്നത്. അത് ഒരു വില്ലേജ് ഓഫീസാണെന്നും അതിൻ്റെ മേധാവിയുടെ മുറിയുടെ മേശപ്പുറത്താണ് താൻ ഇരിക്കുന്നതെന്നുള്ളതും അദ്ദേഹത്തെ ഒരിക്കലും ബാധിച്ചിരുന്ന കാര്യമല്ല. അവിടെയുള്ള ഉദ്യോഗസ്ഥർ പോലും ആദരപൂർവ്വം അത് അംഗീകരിച്ചിരുന്നു. നമ്മൾ ആര് വന്നാലും നമുക്കവിടെ ഇരിക്കാൻ കസേര കിട്ടും. ആ കസേരയിൽ നമ്മളിരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ പലഹാരവും ചായയും അടുത്ത ചായക്കടയിൽ നിന്ന് വരുത്തിയും തരും. ആ തകഴിച്ചേട്ടനെ കാണാൻ അവിടെ വന്നെത്തുന്ന അതിഥികൾക്ക് ചായയും പലഹാരവും വാങ്ങിക്കൊടുക്കുവാനുള്ള തുക പഞ്ചായത്ത് ബഡ്ജറ്റിൽ പെടുത്തിയിരുന്നു എന്നാണ് ഞങ്ങൾ തമാശയ്ക്ക് പറയാറുള്ളത്. അവിടെ പങ്കൻ കൊണ്ടുവന്ന് തരുന്ന കത്തുകൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പൊട്ടിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഭാഷാ സാഹിത്യ കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എത്ര ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അങ്ങനെയുള്ള ആ നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള ഡ്രാഫ്റ്റുകളും ചെക്കുകളും അടങ്ങുന്ന ഒരു ശേഖരങ്ങളാണ് ഓരോ കത്തിൻ്റെ കൂടെയും വരുന്നത്. അതെല്ലാം എടുത്തു നോക്കിക്കൊണ്ട് അഭിമാനത്തോടെയുള്ളൊരു നിഷ്കളങ്കമായ ചിരിയുണ്ട്. ഞാൻ വിതച്ചത് കൊയ്ത് വിളവായി വരുന്നത് കണ്ടോടാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും. ചില കത്തുകൾ എടുത്തിട്ട് അത് ഏത് രാജ്യത്തു നിന്ന് വന്നു എന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ലാതാകും. തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോൾ കൂടെ വന്നിരിക്കുന്ന ആരെങ്കിലും കാണിച്ചത് ഏത് രാജ്യത്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കും. ഏതെല്ലാം ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കഥകൾ വിവർത്തനം ചെയ്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അടക്കി വെച്ച് കക്ഷത്തിൽ വെച്ച് ബാങ്കിലേക്കുള്ളത് ബാങ്കിലേക്കും മറുപടി എഴുതേണ്ട കത്തുകൾ കക്ഷത്തിലേക്കും മാറ്റിവെച്ച ശേഷം വടിയും കുത്തിക്കൊണ്ട് അദ്ദേഹം നടക്കാനിറങ്ങും. വീട്ടിലേക്കുള്ള മടക്കയാത്രയാണ്. ഈ മടക്കയാത്രയിൽ അനുധാവനം ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ സ്വകാര്യ ബഹുമതി. ഈ നടപ്പിക്കുന്ന നടത്തയുടെ ഓരോ ചുവടിലും എതിരെ വരുന്ന ആരോടെങ്കിലും അയാളുടെ കുടുംബ ബന്ധങ്ങളുമായി ഇടചേർത്തുകൊണ്ടുള്ള കുശലാന്വേഷണങ്ങളും ശകാരങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. നടന്നു പോകുന്നതിനിടയിൽ അവിടെ വരാൻ പോകുന്ന തീവണ്ടി പാതയെക്കുറിച്ചും അവിടെ വരാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷനെക്കുറിച്ചും യോഗമുള്ളവൻ സഞ്ചരിക്കട്ടെ, താൻ അതുവരെ ഉണ്ടാവില്ലല്ലോ എന്ന ഒരു ആത്മകഥത്തോടൊപ്പമുള്ള വിളംബരങ്ങളുണ്ട്. ഇങ്ങനെ കാണുന്ന മനുഷ്യരോട് മുഴുവൻ സംവദിച്ച് ഇടയ്ക്ക് കാലിലെങ്ങാനും ചേറ് പറ്റിയാൽ ചേറൊഴിഞ്ഞ് എടുത്തു ചാടി ചേറൊഴിവാക്കി പോകുന്നതിന് പകരം ചേറിൽ ചവിട്ടി അടുത്ത് കാണുന്ന ചോലിയിൽ കാല് കഴുകി അദ്ദേഹം നടന്ന് വീട്ടിലെത്തുന്നത് വരെ അദ്ദേഹം പറയുന്ന ഒരുപാട് കൊച്ചു കൊച്ചു വർത്തമാനങ്ങളുണ്ട്. ഈ ജീവിതത്തിൽ താൻ നേടിയിട്ടുള്ള തൻ്റെ പ്രത്യേക തരത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ച് ഒരുപാട് നേരം അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിരുന്നിട്ടുണ്ട്.
കൗബീനം മാത്രം എടുത്ത് അതിൻ്റെ മീതെ പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വിദേശ യാത്രകൾ, റഷ്യയിലെയും ജർമ്മനിയിലെയും അടക്കമുള്ള പല വിദേശ സാഹിത്യ സദസ്സുകളിലും തൻ്റെ ഭാഷയിൽ താൻ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ. കാരണം അനുഭവത്തിൻ്റെ മൂശയിൽ വെന്തുരുകിയ വാക്കുകൾ വിളമ്പുമ്പോൾ അതിന് പരിഭാഷ പോലും അനാവശ്യമെന്ന് സ്ഥാപിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ, തനിക്ക് പല രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരുപാട് ഉപഹാരങ്ങൾ, ഇതെല്ലാം കാണിച്ചു തന്നതിന് ശേഷം ഞാൻ ഇതൊക്കെ അടിച്ചെടുത്തത് കണ്ടോടാ, ഈ കൊച്ചു മലയാളത്തിലിരുന്നുണ്ട്, ഈ കൊച്ചു ഭാഷയിൽ എഴുതിക്കൊണ്ട്. തകഴിച്ചേട്ടൻ പറയാതെ പറഞ്ഞൊരു അവകാശവാദമുണ്ട്, അടിവരയിടേണ്ടതാണ് കാലം അതിൻ്റെ പുറകിൽ. തകഴിയെ തേടി ലോകം അങ്ങോട്ടും വന്നതാണ്. ലോകം വെട്ടിപ്പിടിക്കാൻ തകഴി എങ്ങോട്ടും പോയതല്ല. അതെത്ര പേർക്ക് അവകാശപ്പെടാനാകും? സിനിമയിൽ കടന്നു വന്നപ്പോഴും തകഴിയെ തേടി സിനിമ വന്നതാണ്. തകഴിയെ തേടി വന്ന സിനിമ എന്ന് പറയുന്നത് സുനിൽ ദത്ത് അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ രണ്ടിടങ്ങളിൽ സിനിമയാക്കാനും മറ്റു കഥകൾ സിനിമയാക്കാനും ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ വന്നിട്ടുണ്ട്. ബൽരാജ് സാഗിനി വന്നിട്ടുണ്ട്, ഒരുപാട് MS സത്യ വന്നിട്ടുണ്ട്, ഒരുപാട് വിസ്തൃതരായ ചലച്ചിത്രകാരന്മാർ ഈ മനുഷ്യൻ സൃഷ്ടിച്ച കഥാപ്രപഞ്ചത്തിൻ്റെ അലകുകളെ എടുത്ത് ചലച്ചിത്ര ശില്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൊതിയോടെ വന്നിട്ടുണ്ട്. രാമക്കാരിയായിട്ട് പറഞ്ഞു, ഈ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ തനിക്ക് സംവിധാനം ചെയ്യണം എന്നുള്ള സ്വപ്നവുമായി താൻ എത്ര വർഷങ്ങൾ കാത്തിരുന്നിട്ടുണ്ടെന്നുള്ളത്. ഒടുവിൽ പ്രായപൂർത്തിയാകാത്ത ബാബു അതിനു വേണ്ടി സമ്മതം പറയുകയും പണം മുടക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ട് ചിത്രനിർമ്മാണം തുടങ്ങാൻ 1.25 വർഷം കാത്തിരുന്ന കഥ തകഴിച്ചേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. കാരണം ചെക്ക് ബുക്കിൽ ഒപ്പിടണമെങ്കിൽ കൺമണി ബാബു എന്ന ബാബു സേട്ടിന് 18 വയസ്സ് തികയാൻ അത്രയും സമയം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ചെമ്മീൻ നിർമ്മിക്കുകയും അത് സ്വർണ്ണ മെഡൽ ആദ്യമായി ദക്ഷിണേന്ത്യക്ക് നേടിക്കൊണ്ടുവന്ന് മഹാവിജയമാവുകയും ലോകമെമ്പാടുമുള്ള ഫിലിം ഫെസ്റ്റിവലുകളിൽ ആഘോഷപൂർവ്വം കൊണ്ടാടപ്പെടുകയും ചെയ്തപ്പോൾ എറണാകുളത്ത് നടന്ന അതിൻ്റെ ഒരു ആഘോഷവേളയിൽ വെച്ച് ഒരു മാധ്യമപ്രവർത്തകൻ തകഴിച്ചേട്ടനോട് ചോദിച്ചു, ഈ ചിത്രം ഷൂട്ടിങ്ങിന് ചെയ്യുന്ന സ്ഥലത്തൊക്കെ തകഴിച്ചേട്ടൻ പോയി നോക്കാറുണ്ടായിരുന്നു, അത് മര്യാദയ്ക്കൊക്കെ എടുക്കുന്നുണ്ടെന്നുള്ള അന്വേഷിക്കാറുണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ ക്ഷിപ്രമാണ് മറുപടി. അദ്ദേഹം പറഞ്ഞു, സുന്ദരിയായ യൗവനയുക്തിയായ മകളെ പോറ്റുവാൻ കാര്യപ്രാപ്തിയുണ്ടെന്ന് ബോധ്യമുള്ളൊരു ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുത്ത ശേഷം കിടക്കയിലെ അയാളുടെ പ്രാപ്തി താക്കോൽ പഴുതിലൂടെ എത്തി നോക്കുന്നത് ഒരു നല്ല അച്ഛൻ്റെ ശരിയായ സ്വഭാവമല്ല എന്ന്. അതിനപ്പുറം അതിനെക്കുറിച്ച് യാതൊരു വിശദീകരണവും ആവശ്യമില്ലാത്ത വിധത്തിൽ ആ ചോദ്യത്തിൻ്റെ മുന അദ്ദേഹം എന്നേക്കുമായി കൊട്ടിയടക്കുകയാണ് ചെയ്തത്. കുട്ടനാടൻ വരമ്പുകളുടെ ഓരത്തുകൂടി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ആ വരമ്പിൻ്റെ ഓരത്തിരുന്നു കൊണ്ട് ദൂരെ കാണുന്ന കണ്ണത്താ ദൂരത്തേക്ക് കാണുന്ന പാടങ്ങളെക്കുറിച്ച് പഴയ കണ്ടെഴുത്ത് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു സർവേക്ക് കണ്ടെഴുത്ത് എന്നുള്ളൊരു പദം സാഹിത്യരംഗത്ത് ആദ്യമായി പ്രയോഗിക്കുന്നത് തകഴിച്ചേട്ടനാണെന്ന്. ഇവിടെ നിന്ന് പക്ഷി പറന്നുപോയി ഏത് കുറ്റിയുടെ മുകളിലിരിക്കുന്നു അവിടം വരെ എൻ്റെ പറമ്പ് എന്ന് അളന്നെടുത്തിരുന്ന അന്നത്തെ സർവേയിങ് മെത്തേഡുകളെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു, എഴുതണമെന്ന് ആഗ്രഹമുള്ളതും എഴുതി തീർക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്തതുമായ ഒരു കഥയുണ്ട്. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഭൂമികയിലേക്ക് അതിൻ്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് അതിലെ ആദ്യത്തെ രക്തസാക്ഷിയാകാൻ പോകുന്ന പണിയാളരിൽ ഒരാൾ വീട്ടിൽ വന്ന് കാത്തച്ചേച്ചി വിളമ്പിക്കൊടുത്ത ചോറും കൊണ്ടാണ് സ്വന്തം ഭാര്യ കയ്യിലേൽപ്പിച്ച വാരിക്കുന്നതുമായി പോകുന്നത്. ആ തൊഴിലാളി പ്രവർത്തകനെക്കുറിച്ച്, ആ പണിയാളിനെക്കുറിച്ച് തകഴിച്ചേട്ടൻ എഴുതിയിട്ടുണ്ട്. വാരിക്കുന്നം കയ്യിലേൽപ്പിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു അത്രേ, വെടിയുണ്ട കൊള്ളുന്നുവെങ്കിൽ നെഞ്ചത്തെ കൊള്ളാവൂ, പിന്തിരിഞ്ഞോടുമ്പോൾ പുറകിൽ വെടിയുണ്ട തുളഞ്ഞു കയറി മരിച്ചു എന്നുള്ള ചീത്തപ്പേര് എൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനുണ്ടാക്കരുതെന്ന്. അങ്ങനെ പോയി ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ആ ധീരനായ പണിയാളൻ്റെ മകൻ വളർന്നു വന്ന് പ്രസ്ഥാനം ഒരു കോർപ്പറേറ്റ് ബോഡിയായി മാറുകയും അധികാരത്തിൻ്റെ ശൃംഖങ്ങളിൽ വല്ലാതെ വിരാജിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു കുട്ടിസഖാവ് എന്ന് പിന്നീടത്തെ നമ്മുടെ സമൂഹം വിശേഷിപ്പിക്കുന്ന ഒരു പാരസൈറ്റായി ഒരു ഗനാവള്ളിയായി മാറുകയും അത് ചൂഷണത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുകയും ചെയ്തപ്പോൾ ജന്മി ഗൃഹങ്ങൾ വല്ലാത്ത ജീർണാവസ്ഥയിലേക്ക് പോവുകയും ജന്മി കുടുംബങ്ങളിലെ വലിയ സവർണ കുടുംബങ്ങളിലെ വീട്ടമ്മമാർ ഒരു നേരത്തെ കുടുംബത്തിൻ്റെ വിശപ്പടക്കുന്നതിന് വേണ്ടി പാടവരമ്പിൽ പണിയെടുക്കാൻ വേണ്ടി പണിയാളരോടൊപ്പം ചേറിലും ചെളിയിലും ചവിട്ടാൻ ഇറങ്ങുമ്പോൾ കൊടി ഉയർത്തിയും കൊടി താഴ്ത്തിയും സമയനിഷ്ഠ പാലിക്കുകയും യൂണിയൻ പിരിവ് നടത്തിക്കൊണ്ട് തടിച്ചു വീർക്കുകയും ചെയ്യുന്ന കുട്ടിസഖാവിനെക്കുറിച്ച് പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ജീവിത സംഹിതയായി സ്വീകരിച്ചുകൊണ്ട് തന്നെ ആത്മവിമർശനത്തിൻ്റെ ഭാഷയിലും തകഴിച്ചേട്ടൻ അന്ന് കുറിച്ച് വെച്ചിട്ടുണ്ട്. പുന്നപ്ര വയലാറിന് ശേഷം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ നോവൽ അതിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങളെയും എതിർപ്പുകളെയും ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. തകഴിച്ചേട്ടൻ അന്ന് എന്നോട് പറഞ്ഞത്, ഈ 2 തലമുറ
അത് കഴിഞ്ഞു വരുന്ന ഇനി മറ്റൊരു തലമുറയുണ്ട്. ഈ കുട്ടിസഖാവിൻ്റെ മക്കൾ, അവർക്ക് നേടാൻ കഴിഞ്ഞ അധിക സുഭിക്ഷതയുടെ ആർഭാട ഭ്രമത്തിൽ, അതിൻ്റെ ആഘോഷത്തിനിടയിൽ വിദേശങ്ങളിൽ പോയി പഠിച്ച് തിരിച്ചു വരുമ്പോൾ വേരുകൾ നഷ്ടപ്പെട്ട, മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഈ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാനാവാതെ അതിവിപ്ലവത്തിൻ്റെ തീവ്രപാതയിലേക്ക് എടുത്തുചാടുന്നതും അത് മറ്റൊരു ദുരന്തത്തിന് നിമിത്തമാവുകയും ചെയ്തത് കണ്ടു നിൽക്കേണ്ടി വരുന്ന കഥാകാരൻ്റെ ഹൃദയനൊമ്പരങ്ങൾ ഒരു നോവലായിട്ട് എഴുതണമെന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ഭയന്നിരുന്നത് പോലെ അതിനുള്ള ഊഴം അദ്ദേഹത്തിന് തികയാതെ പോയി. ഒരിക്കൽ ഫ്രഞ്ച് ഭാഷയിൽ തകഴിച്ചേട്ടൻ്റെ ഒരു കഥയിലെ ഒരു സന്ദർഭത്തെക്കുറിച്ച് എഴുതി വന്ന ഒരു ആസ്വാദനക്കുറിപ്പ് അയ്യപ്പമണിക്കർ സാറാണോ മറ്റാരോ ആണോ ആരുടെയോ സഹായത്താൽ വിവർത്തനം ചെയ്ത് അച്ചടിച്ച് വന്നത് ഞാൻ വായിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭം, കഥാസന്ദർഭം എന്ന് പറയുന്നത് തോട്ടിത്തൊഴിലാളികളാണ് കഥാപാത്രങ്ങൾ. അത് ആളുകൾ വലിക്കുന്ന ഈ മലവണ്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഈ വിസർജ്യങ്ങളെ മുഴുവൻ ബക്കറ്റുകളിൽ നിക്ഷേപിച്ച് ബക്കറ്റുകളിൽ കോരി വലിയ വീപ്പയിൽ ഒഴിച്ച് ആ വീപ്പ വഹിച്ചു കൊണ്ടുപോകുന്ന വണ്ടികൾ. നമ്മുടെ വിസർജ്യങ്ങളാണ് അതിലെ ദുർഗന്ധം ഉയർത്തുന്നതെന്ന് അറിയാമായിരുന്നിട്ടും ആ വണ്ടിയും ഉപജീവനത്തിന് വേണ്ടി ആ വണ്ടി വലിക്കേണ്ട ഹതഭാഗ്യനായ കഥാപാത്രം എതിരെ വരുമ്പോൾ മൂക്കുപൊത്തി അയാളെ അറപ്പോടെ നോക്കുന്ന സമൂഹത്തിൻ്റെ പൊള്ളത്തരം. ഒടുവിൽ ഇവർ ഈ സംഭരിച്ച മലം അത്രയും കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന ഒരു സംഭരണ കേന്ദ്രമുണ്ട്. മലം ഡിപ്പോ എന്നാണ് അതിന് ഔദ്യോഗിക രേഖകളിൽ വിളിക്കുക. അവിടെ ഇത് കണക്ക് പ്രകാരം ആ ജോലികൾ കഴിഞ്ഞ ശേഷം ആ ആഴ്ചത്തെ ശമ്പളം കിട്ടാൻ വേണ്ടി അവിടുത്തെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കാത്തു നിൽക്കുമ്പോൾ ശമ്പളം കിട്ടിക്കഴിഞ്ഞ് വരുന്ന നിമിഷം അതിലെ നായിക കഥാപാത്രത്തോട് അതിൻ്റെ പുറകിൽ മുഴുവൻ മലം നിറഞ്ഞ വീപ്പകൾ നിരത്തി വെച്ചിരിക്കുകയും അതിൻ്റെ ദുർഗന്ധം കുമാന്ന് വമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അവിടെ വെച്ച് നായകൻ നായികയോട് പറയും, മറ്റേ കൽവാത്തിയിലെ ഇന്ന അമ്പലത്തിൽ നീ വരുന്നുണ്ടോ വിളക്ക് കാണാൻ? ഉണ്ടെങ്കിൽ നിനക്കിഷ്ടമുള്ള ആ വയലറ്റ് നിറത്തിലുള്ള കുറച്ച് കുപ്പിവിളകൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച് നിനക്ക് തരാം. ഞാൻ വരാം. വയലറ്റ് നിറത്തിൽ 2 കൈയിലും വേണം എനിക്ക് കുപ്പിവെള്ളം. ഏതാണ്ട് ഇതിന് സമാനമായ ഒരു റൊമാൻറ്റിക് രംഗമാണ് അദ്ദേഹം വാക്കുകൾ കൊണ്ട് അവിടെ വരച്ചിട്ടത്. ഇത് വിവർത്തനം ചെയ്ത് ഫ്രഞ്ച് ഭാഷയിൽ വായിച്ചപ്പോൾ ആ വായനക്കാരന്, ആ ആസ്വാദനക്കുറിപ്പ് എഴുതിയ ആ വായനക്കാരന് അനുഭവവേദ്യമായത് മലണ്ടപ്പോയിലെ കുമുകുമാന്ന് വമിക്കുന്ന മലത്തിൻ്റെ ദുർഗന്ധമല്ല, പ്രണയത്തിൻ്റെ നിലാവത്ത് ആ മരത്തിൻ്റെ ചില്ലയിൽ പൂത്ത് വലഞ്ഞിരിക്കുന്ന ബഹുവർണ്ണ പൂക്കളുടെ അഭൗമമായ സുഗന്ധമാണ്. സാഹിത്യത്തിന് മാത്രമേ അങ്ങനെ ഒരു പരിവർത്തനത്തിൽ, അതും ഒരു ജീനിയസിൻ്റേതായ ഉൾച്ചേരലോടുകൂടി സാഹിത്യത്തിൻ്റെ ധാരയിലൂടെ മാത്രമേ ദുർഗന്ധം നിറഞ്ഞു നിൽക്കുന്ന യഥാർത്ഥത്തിനിടയിൽ സുഗന്ധത്തിൻ്റെ ദിവ്യമായ ഒരു പരിമളത്തെ ഉണർത്തുവാൻ കഴിയൂ എന്ന കണ്ടെത്തൽ വായിച്ചിട്ട് ചാരിതാർത്ഥ്യത്തോടെ ആ ചാരുകസേരയിൽ മലന്ന് കിടന്നുകൊണ്ട് ചിരിക്കുകയും അല്പം കളിയടക്കി എടുത്ത് വായിലിട്ട് ചവയ്ക്കുകയും ചെയ്ത തകഴിച്ചേട്ടൻ്റെ ചിത്രവും മനസ്സിലുണ്ട്. തകഴിയുടെ ഒരു കഥ ചലച്ചിത്രമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആലോചന ഭരതനും ഞാനും തമ്മിൽ തുടങ്ങി വയ്ക്കുകയുണ്ടായി. അന്ന് 7 ആർട്സ് വിജയകുമാറാണ് ആ ചിത്രത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുവാൻ തയ്യാറായത്. മോഹൻലാലാണ് അതിൽ അഭിനയിക്കുവാൻ വേണ്ടി അവർ നിയോഗിച്ചിരുന്നത്. പല കഥകളെക്കുറിച്ചും ആലോചിച്ചെങ്കിലും തകഴിയുടെ കഥ മതിയെന്ന് തീരുമാനിച്ചത് ഞാനും ഭരതനും കൂടെ ചേർന്നാണ്. ഞങ്ങളുടെ മനസ്സിൽ 2 ഇടങ്ങഴി അന്ന് ഒരിക്കൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് കുട്ടനാടൻ പാടശേഖരങ്ങളിലേക്ക് ക്യാമറയുമായി അധികം കടന്നു പോകുന്നതിന് പകരം മെർലാൻ സ്റ്റുഡിയോ ഫ്ലോറുകളിലെ ഛായാചിത്രങ്ങളിൽ കുട്ടനാടിനെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ നിഴൽ നിലാതിളക്കത്തിൽ കൃത്രിമമായി ഉണ്ടാക്കിയ പ്രകൃതി പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ചിത്രീകരണമാണ്. പി ജി ആൻ്റണിയാണ് അതിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അങ്ങനെ അല്ലാതെ കുട്ടനാടിൻ്റെ ഹൃദയത്തിൻ്റെ നേർക്ക് ക്യാമറ തുറന്നു വെച്ചുകൊണ്ട് അവിടുത്തെ 10000 പറയുടെ ആ ചേറിലും ചെളിയിലും നിവർത്തിതമായ 2 ഇടങ്ങഴിയുടെ യഥാർത്ഥ സ്പന്ദനങ്ങളെ ആവാഹിച്ചുകൊണ്ട് ഒരു ചലച്ചിത്ര ശില്പം രചിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ഞങ്ങളിതിനു വേണ്ടിയാണ് തകഴിച്ചേട്ടൻ്റെ വീട്ടിൽ ഒരുമിച്ച് ചെല്ലുന്നത്. അപ്പോൾ ഒരുമിച്ച് ചേർന്ന് വർത്തമാനം പറയുന്ന സമയത്ത് തകഴിച്ചേട്ടൻ്റെ ഭാര്യ കാർത്ത ചേച്ചി വന്നിട്ട് അവിടെ അനുഭവങ്ങൾ പാളിച്ചകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അഭിനയിക്കാൻ വന്ന നടികളുടെ ഇടയിൽ കുട്ടനാടൻ പെണ്ണുങ്ങൾ പണിയാളരായി പോകുന്ന സമയത്ത് ഉടുക്കുന്ന വസ്ത്രരീതിയിലെ തറ്റുടുക്കാൻ അറിയാമായിരുന്നത് ലളിതയ്ക്ക് മാത്രമാണ്. ലളിതയും കാത്ത ചേച്ചിയും കൂടെയാണ് ഷീല അടക്കമുള്ളവരെ അതെങ്ങനെ യഥാർത്ഥത്തിൽ ഉടുക്കണമെന്ന് പഠിപ്പിച്ചത്.
പിന്നീട് MS സത്യു അദ്ദേഹത്തിൻ്റെ കയറ് സിനിമയാക്കാൻ വേണ്ടി വന്നപ്പോഴും അതിലഭിനയിച്ച അഭിനേത്രികൾക്ക് ഇവിധം കുട്ടനാടൻ വസ്ത്രധാരണ രീതി പരിശീലിപ്പിച്ച് മാതൃകാപരമായി പഠിപ്പിച്ചു കൊടുത്തതും കാത്ത ചേച്ചിയായിരുന്നു. സത്യൻ അനുഭവങ്ങൾ പാളിച്ചകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തോട് അടുക്കുന്ന രോഗബാധിതനായിരുന്നു അദ്ദേഹം. അപ്പോൾ ദിവസവും അദ്ദേഹം മിക്കവാറും ദിവസങ്ങളിൽ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പകലുകളിൽ അഭിനയിക്കാൻ വരുന്നത്. ഷൂട്ടിങ്ങിനിടയിലുള്ള ഇടവേളകളിൽ ക്ഷീണിതനായ സത്യൻ അല്പം വിശ്രമിക്കുന്നതിന് വേണ്ടി കസാരകൾ തേടി പോകുന്നതിന് പകരം അവിടെ തെങ്ങിൻ ചുവട്ടിലുള്ള മൺകൂനകളിലേക്ക് ഒരു ഓലമടൽ കൊണ്ടുവന്നിട്ട് ഓലമടൽ മെത്തയാക്കിക്കൊണ്ട് കുട്ടനാടിൻ്റെ സംസ്കൃതിയുടെ ഒരു ആലിംഗനത്തിൽ സ്വന്തം രോഗാവസ്ഥയെ സമർപ്പിച്ചുകൊണ്ട് ക്ഷീണം മാറ്റാൻ വേണ്ടി ഈ പകലുറക്കങ്ങളിൽ മയക്കത്തിലേക്ക് വഴുതി വീഴാറുള്ള ദൃശ്യം വരച്ചു തന്നത് തകഴിച്ചേട്ടനാണ്. ഒരു നടൻ്റെ ആത്മസമർപ്പണത്തിനുള്ള ഏറ്റവും ആദരപൂർണമായ സാക്ഷ്യമായിട്ടാണ് അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത്. ഏണിപ്പടികളിലെ കേശവപിള്ള എന്ന് പറയുന്ന കഥാപാത്രം സത്യൻ അവതരിപ്പിച്ച് കാണണമെന്നായിരുന്നു സിനിമയാകുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ വന്നപ്പോൾ തകഴിച്ചേട്ടൻ്റെ സ്വപ്നം. പക്ഷേ സത്യന് ദൈവം ആയുസ് അത്ര ദീർഘിപ്പിച്ച് കൊടുത്തില്ല. സത്യൻ്റെ മരണാനന്തരം മധുവാണ് ആ വേഷം അഭിനയിച്ചത്. ഒരു സൂപ്രണ്ട് വരെയൊക്കെ ആയി എന്നാണ് തകഴിച്ചേട്ടൻ പറഞ്ഞത്. ചീഫ് സെക്രട്ടറി വരെ മധുവിൻ്റെ കഥാപാത്രം അഭിനയത്തിലൂടെ നടന്നു ഉയർന്നില്ല എന്ന് തകഴിച്ചേട്ടൻ തമാശ രൂപത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഞാൻ മധുചേട്ടനുമായി ഇത് പങ്കിടുകയുണ്ടായി. ഉറക്കെ ചിരിച്ചുകൊണ്ട് ആ മനുഷ്യനറിയാം കേശവപിള്ള എവിടം വരെ പോകണമെന്ന്. സൂപ്രണ്ട് വരെയെങ്കിലും ഞാൻ എത്തിയെന്ന് പറഞ്ഞത് എനിക്ക് കിട്ടിയ അംഗീകാരം എന്ന് പറഞ്ഞ മധുവിൻ്റെ മനസ്സിനെ കൂടി ഞാൻ തകഴിച്ചേട്ടനോടൊപ്പം ഈ നിമിഷം ഓർക്കുകയാണ്. രണ്ടിടങ്ങഴി സിനിമയാക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം അതിൽ സഹകരിക്കാമെന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്ന കൽപ്പകവാടിയിലെ വർഗീസ് വൈദ്യൻ്റെ ഒരു കൽപ്പകവാടിക്കകത്തുള്ള ഒരു കോട്ടേജിലാണ് ഞാനും ഭരതനും അന്ന് ഞങ്ങളുടെ സഹസംവിധായകനായിരുന്ന സംവിധായകൻ ജയരാജും ഭരതൻ്റെ സഹായിയായിരുന്ന ജയരാജും താമസിച്ചിരുന്നത്. അവിടെ തകഴിച്ചേട്ടൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ വർഗീസ് വൈദ്യർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം ചെത്തുന്ന തെങ്ങിലെ ഒരു കുടം കള്ള് തകഴിച്ചേട്ടൻ വരുന്നതിന് മുമ്പേ ഞങ്ങളുടെ മുറിയിൽ കൊണ്ടുവന്ന് വയ്ക്കുകയും അത് തരാൻ അവൻ കടപ്പെട്ടവനാണെന്ന് വളരെ സ്പഷ്ടമായി തകഴിച്ചേട്ടൻ അവകാശവാദം ഉന്നയിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് പഴയ കാലങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ, കഥാപാത്രത്തിൻ്റെ സംസ്കൃതിയെക്കുറിച്ചും അവർ നേരിട്ട ജീവിതസന്ധികളെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തല പരിവൃത്തത്തെക്കുറിച്ചും വളരെയേറെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ സഹിതം ഞങ്ങൾക്ക് ഓതിത്തന്നതും അതിനുവേണ്ടി പിന്നെ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോകുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു. ഒരു ചെറിയ വള്ളത്തിൽ കുട്ടനാടിൻ്റെ ഇടത്തോടുകളിലൂടെയും കായലിൻ്റെ ഇടവഴികളിലൂടെയും ഞങ്ങൾ തോണി സഞ്ചാരത്തിന് പോകുന്നത്. സെവൻ ആർട്സിലെ വിജയകുമാറുണ്ട്, ജയരാജുണ്ട്, ഭരതനുണ്ട്, ഞാനുണ്ട്. ഒരു ദിവസം മാത്രം തകഴിച്ചേട്ടനും കൂടെ വന്നു. അന്നങ്ങനെ കൂടെ വന്നപ്പോൾ ഈ വള്ളത്തിൽ കയറുമ്പോൾ ജലപരിചയമില്ലാത്ത ഞാൻ കാണിക്കുന്ന ഒരു സംഭ്രാന്തി കണ്ടിട്ട് പുള്ളി പറഞ്ഞു, പേടിക്കണ്ട, വിശ്വസിച്ച് തോണിയിൽ കാലെടുത്ത് വെക്കുന്നതിനെ വെള്ളം ചതിക്കുകയില്ല എന്ന് പറഞ്ഞ തകഴി. കടലിൽ പോകുന്ന മുക്കുവൻ്റെ ആയുസിൻ്റെ ബലം കടപ്പുറത്തുള്ള മുക്കവത്തിയുടെ ചാരിത്ര ശുദ്ധിയിലാണെന്ന് ചെമ്മീനിലൂടെ സാക്ഷ്യപ്പെടുത്തിയ തകഴി. ആ തകഴിച്ചേട്ടനോടൊപ്പം നടത്തിയ യാത്ര, അതിലെ ഓരോ തെങ്ങിനെയും ഓരോ മുക്കിനെയും മൂലയും കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ള കഥകൾ. പക്ഷേ ആ ചലച്ചിത്ര ശ്രമത്തിൽ നിന്ന് ഞങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വന്നു. കാരണം അതൊരിക്കൽ നിർമ്മിക്കപ്പെട്ട ചിത്രമായതുകൊണ്ട് റീമേക്കായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളായിരുന്നു. അതോടൊപ്പം തന്നെ 12000 പറ ഇന്നും അവിടെ ഉണ്ടെങ്കിലും തറ്റുടുത്തുകൊണ്ട് ചേറിലേക്ക് ഇറങ്ങി റൗക്ക പോലെ മുൻവശം മാടിക്കെട്ടിയ മേൽവസ്ത്രവും ധരിച്ചുകൊണ്ട് അട്ടകടി കൊള്ളുമ്പോൾ നേരെ ചെന്ന് ചുണ്ണാമ്പ് വെള്ളം കലക്കി വെച്ച ചേമ്പിലേക്ക് ഈ തറ്റിൻ്റെ അറ്റമഴിച്ചുകൊണ്ട് കുനിഞ്ഞിരുന്ന് ഒന്ന് കുടഞ്ഞ ശേഷം അട്ടകളെ തെറിപ്പിച്ച ശേഷം വീണ്ടും തട്ടെടുത്തുകൊണ്ട് ചേറിലേക്ക് എടുത്തിയാടുന്ന പണിയാളത്തി പെണ്ണുങ്ങളുടെ വംശം അന്യം നിന്ന് പോയിരിക്കുന്നു. പുറമേ വിദേശ നാടുകളിൽ നിന്ന് വന്ന കള്ളിമുണ്ടുടുത്ത് ടെറിക്കോട്ടൻ്റെയും ടെർലിൻ്റെയും ഷർട്ട് ധരിച്ച പണിയാളർ പെണ്ണുങ്ങളെ 12000 പറ നിറയെ 30,000 പണിയാളരെ അണിനിരത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രായോഗിക വൈഷമ്യം. പിന്നെ ഇതൊക്കെ ചെയ്ത് നമ്മൾ ഇത്രയേറെ ക്ലേശങ്ങൾ സഹിച്ച് അന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ ഒരു വ്യാപ്തിയും വലുപ്പവും തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ ഛായാഗ്രഹകനായി ഞങ്ങൾ മനസ്സുകൊണ്ട് ആലോചിച്ചിരുന്നതും ബന്ധപ്പെട്ടിരുന്നതും ചെമ്മീൻ ഛായാഗ്രഹണം ചെയ്ത മാർക്കസ് പാർലി സാറിനെയാണ്. അപ്പോൾ അത്രയും വലിയ ഒരു മാമത്ത് ഫിലിമായിട്ടാണ് നമ്മളിത് വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നിർമ്മിക്കണമെങ്കിൽ ഏതാണ്ട് 1.5 വർഷത്തെ ചിത്രീകരണം വേണം. കാരണം പല ഘട്ടങ്ങളെയും അതാത് ഘട്ടങ്ങളിൽ തന്നെ ആ കാലക്രമത്തിൽ വന്ന് ചിത്രീകരിക്കണം. ഇതെല്ലാം ചെയ്താലും
അത് അവാർഡുകൾക്ക് പരിഗണിക്കില്ല, ചലച്ചിത്ര മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല, മേളകളിലേക്ക് പോലും എൻട്രി കിട്ടില്ല. അതൊരു റീമേക്ക് ചിത്രമായി മാത്രം പരിഗണിക്കപ്പെടും എന്ന ദുഃഖസത്യത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ആ സംരംഭത്തിൽ നിന്നും പിൻവലിയുന്നത്. അതിൽ അദ്ദേഹം കിന്നനുമായിരുന്നു. അത്തരത്തിൽ ഭരതനെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ഭരതനെ കൊണ്ട് തൻ്റെ ഒരു കഥയ്ക്ക് കിട്ടുന്ന ചലച്ചിത്ര സാക്ഷ്യം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ വിധി അനുവദിച്ചില്ല. തകഴിച്ചേട്ടൻ രോഗാതുരനായി കിടക്കുമ്പോഴും മറിച്ച് അപ്പുറത്ത് കാത്തച്ചേച്ചി രോഗാതുരയായി കിടക്കുമ്പോഴും ബാലചന്ദ്രൻ ചുള്ളിക്കാട് അടക്കമുള്ള ഞാനടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകരോ അനുയായികളോ എന്ന് പറയാവുന്ന അടുത്ത തലമുറയിലെ പുള്ളി തന്നെ ഓമന പേരിട്ട് വിളിക്കുന്ന വാനരസേനാംഗങ്ങൾക്ക് ഒരൊറ്റ വ്യാകുലതയേ ഉണ്ടായിരുന്നുള്ളൂ: കാത്തച്ചേച്ചി ജീവിച്ചിരിക്കുമ്പോൾ തകഴിച്ചേട്ടൻ പോകണേന്ന്. നേരെ മറിച്ച് കാത്തച്ചേച്ചി ആദ്യം പോവുകയും തകഴിച്ചേട്ടൻ ബാക്കിയാവുകയും ചെയ്തിരുന്നെങ്കിൽ ദുസ്സഹമായി പോയേനെ ആ ജീവിതം, തുടർ ജീവിതം, ബാക്കി ജീവിതം. കാരണം അത്രത്തോളം അവർ പരസ്പരം ആശ്രയിക്കുകയും ആ പാരസ്പര്യത്തിന് കാത്തയ്ക്ക് അവകാശപ്പെട്ട സിംഹാസനം കാത്തയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ദാമ്പത്യത്തിൻ്റെ ഒരു മാതൃകാ പരിച്ഛേദം കൂടിയായിരുന്നു തകഴിച്ചേട്ടൻ ജീവിതം കൊണ്ട് കാഴ്ചവെച്ചത്. മലയാള മണ്ണിൻ്റെ കഥ പറഞ്ഞ, മലയാള മണ്ണിൽ അലിഞ്ഞു ചേർന്ന ചേറിൻ്റെയും ആ ചേറിൻ്റെ സംസ്കൃതിയുടെയും കഥ പറഞ്ഞ തകഴിക്ക് മരണമില്ല.